ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു ക്ഷേത്ര സംബന്ധമായ വിഷയം മലപ്പുറം ജില്ലയിലെ ഏർനഗർ പുകയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം ചെണ്ടപ്രായ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രസ്തുത ക്ഷേത്രം വേങ്ങേരി ഭാഗത്തുള്ള കുടുംബ പരദേവതാ സ്ഥാനത്ത് നിന്നും അന്നത്തെ കാരണവർ അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഏർനഗർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും അദ്ദേഹം തൻ്റെ തറവാട് ക്ഷേത്രത്തിലുള്ള ദേവീ ദേവതാ ചൈതന്യങ്ങളെ ആവാഹിച്ച് ഇവിടെ ഇരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ശേഷം പ്രസിദ്ധനായിട്ടുള്ള മാന്ത്രികനും അതുപോലെ വൈദ്യ ചികിത്സകനുമായിട്ടുള്ള ശ്രീ കുണ്ടാരു കോമരം അവറുകളാണ് ഈ ക്ഷേത്രത്തിനെ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത്. ശ്രീ കുണ്ടാരു കോമരം എന്ന് പറയപ്പെടുന്ന വ്യക്തി മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന മാന്ത്രിക ആചാര്യനും അതുപോലെ വിഷവൈദ്യ ചികിത്സകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ തൊട്ടടുത്ത് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ആവാഹിച്ചു വെച്ച മൂർത്തികൾക്കൊപ്പം അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ സർവ്വവിധ ഐശ്വര്യത്തിനും വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിനെ മാറ്റി എല്ലാ തരത്തിലുള്ള പുരോഗമനങ്ങളും ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യക്തത കൊണ്ടുവന്നു. കുംഭമാസത്തിലെ പ്രധാന ഉത്സവാദി പരിപാടികൾ ഏകീകരിക്കാനുള്ള ചിട്ടവട്ടങ്ങൾ കൊണ്ടുവന്നു. അന്നദാനത്തോടു കൂടി വളരെ വിപുലമായ രീതിയിൽ നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഭ്യുദയകാംക്ഷികളെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചുകൊണ്ട് കുംഭമാസത്തിൽ ഇവിടെ വളരെ വിപുലമായ രീതിയിൽ ഉത്സവാദി പരിപാടികളും നടത്തുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ക്ഷേത്ര മേൽക്കൂര ചെമ്പോല പതിച്ച് വളരെ അതിമനോഹരമായ രീതിയിൽ സംരക്ഷിച്ച് പോരുന്നുണ്ട്. പ്രധാനമായും കരിനീലിയമ്മ ആണ് ഇവിടുത്തെ മുഖ്യ ദേവീ ചൈതന്യം. ഇപ്പോൾ കുണ്ടാരു കോമരത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് പോയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം, അദ്ദേഹം ഒരു കാലത്ത് ആ നാട്ടിലെ അറിയപ്പെടുന്ന മാന്ത്രികനാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ വിഷചികിത്സയ്ക്കും അതുപോലെ മാന്ത്രിക കർമ്മങ്ങൾക്കുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് നേരിട്ട് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തിലെ ഉത്സവാദി പരിപാടികൾക്ക് ഉള്ള ആ ഒരു ചിട്ടവട്ട ഒരുക്കങ്ങളുടെ വീഡിയോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവാദി പരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശ്രീമാൻ സച്ചിദാനന്ദൻ എന്ന ഉണ്ണി വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ എല്ലാ വർഷത്തെ ഉത്സവാദി പരിപാടികളും കെങ്കേമമാക്കാൻ ഓടി നടക്കാറുണ്ട്. അതുപോലെ തന്നെ CP കുടുംബത്തിലെ ദിനേശൻ, സുരേഷ്, രമേശ്, അതുപോലെ തന്നെ പേരെടുത്ത് എല്ലാവരുടെയും പേര് ഇവിടെ ഞാൻ പറഞ്ഞാൽ അത് ഒരു സമയദൈർഘ്യം ഈ വീഡിയോയ്ക്ക് ഞാൻ കൂട്ടേണ്ടി വരുമെന്നുള്ളതിനാൽ അതൊന്നും ഞാൻ പറയുന്നില്ല. വളരെ കെങ്കേമമായി ആഘോഷിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവാദി ചടങ്ങുകൾ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര അല്ലെങ്കിൽ ഈ ഒരു ചെണ്ടപ്രായ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോമര സമുദായത്തിൽപ്പെട്ട ആളുകളും നാട്ടിലെ ആ ഒരു കോമര സമുദായത്തിലെ മൂപ്പന്മാരും എല്ലാവരും വന്ന് അണിനിരക്കുന്ന ഒരു വലിയ ചടങ്ങാണ് ഇവിടെയുള്ള കുംഭമാസത്തിലെ ഉത്സവം. ഏർനഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ സ്പോർട്സ് ഗ്രൗണ്ടിൻ്റെ നടുവിൽ ആണ് പാലമരത്തിൻ്റെ കൊമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് ആ ഉത്സവാദി പരിപാടികളുടെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നത്. പ്രധാനമായും കരിനീലിയമ്മ, സാക്ഷാൽ കാളിയമ്മ തന്നെയാണ് ഇവിടെയുള്ള പ്രധാന മൂർത്തി. അമ്മ വളരെ ചൈതന്യവത്തായി ഇവിടെ വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള വിശ്വാസം. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുവാനും അതുപോലെ നമ്മുടെ മനസ്സിലുള്ള വിഷമാദികൾ എല്ലാം പങ്കുവയ്ക്കുവാനും ഇവിടെയുള്ള ദേവി ചൈതന്യ രൂപത്തിനടുത്തേക്ക് ഭക്തർ എത്തിച്ചേരാറുണ്ട്.
അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള ചടങ്ങുകളും ഏകോപിപ്പിക്കുന്നത് ഇവിടെയുള്ള ചെണ്ടപ്രായ കുടുംബ ഐക്യത്തിലുള്ള ഒരു കമ്മിറ്റി തന്നെയാണ്. ആ ഒരു കുടുംബ കമ്മിറ്റി തന്നെയാണ് ഇത്രയും കാലം ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള ചടങ്ങുകളും നടത്തി വന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യത്തിലുള്ള ചടങ്ങുകളും നാട്ടുകാരും അതുപോലെയുള്ള ആ നാട്ടിലെ എല്ലാ തരത്തിലുള്ള സ്ഥാപനത്തിലെ ആളുകളും പങ്കെടുത്ത് അവരവരെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഈ ഒരു ദേവക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലേക്ക് ചെയ്തു കൊടുക്കാറുമുണ്ട് എന്നുള്ളത് പ്രത്യേകം സ്മരണീയമാണ്. അതുപോലെ തന്നെ കുംഭമാസത്തിലെ ആ ഉത്സവ സമയത്ത് നാടിന് തന്നെ ഒരു ആഘോഷമാകുന്ന തരത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ സാമൂഹിക കൂട്ടായ്മ രൂപപ്പെടുത്തി ഒരു വലിയ അന്നദാനം തന്നെ ആ ഒരു നാട്ടിൽ നടത്തുന്നു എന്നുള്ളത് ഏർനഗർ എന്ന ആ ഒരു ദേശത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്നുള്ളത് എടുത്തു പറയണം. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഊരായ്മ എന്ന് പറയുന്നത് CP കുടുംബത്തിൽ അധിഷ്ഠിതമാണ്. CP കുടുംബത്തിൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ ഈ ഒരു ദേവസങ്കേതത്തിനടുത്ത് താമസിക്കുന്ന CP കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ ഒരു ക്ഷേത്ര നടത്തിപ്പിൽ പങ്കാളികളാണ് ഇതുവരേക്കും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇതൊരു തറവാട് ക്ഷേത്രം അല്ലെങ്കിൽ തറവാട് ദേവസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാലാന്തരത്തിൽ ഒരു പക്ഷേ ദേശക്ഷേത്രമായി ഈ ഒരു ദേവസങ്കേതം മാറ്റപ്പെടാം എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയത്ത് ഒട്ടനവധി വഴിവാണിഭക്കാരും അതുപോലെ ഒട്ടനവധി വിദേശ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും ദൂരദിക്കുകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്ന് പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി വരാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കൈയഞ്ഞ് ധനരൂപത്തിലുള്ള സഹായം സമർപ്പിക്കാറുണ്ട്. വലിയ വലിയ വഴിപാടുകൾ ഇവിടേക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം ഇന്നീ കാണുന്ന രീതിയിൽ നിന്നും ഇതിന് ഒരുപാട് ഇനിയും വളരാനുണ്ട് എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതിന് ആ ഒരു ദേശത്തിലുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രം ഇനി മുന്നോട്ടുള്ള പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ നിന്ന് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യണമെന്നും ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ ഒരു ക്ഷേത്ര സങ്കേതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തൊരുമയോടെ ഒരു മനസ്സുപോലെ ഒരു ശരീരം പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നാൽ ഈ ഒരു ക്ഷേത്ര സങ്കേതത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് പ്രസിദ്ധിയിലേക്ക് എത്തുവാൻ പറ്റും എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ ചിനക്കപ്പറമ്പിൽ കുടുംബക്ഷേത്രമാണ്. ഞങ്ങളുടെ അച്ചാച്ചൻ വേങ്ങര കണ്ണമംഗലം പടപ്പറമ്പ് എന്ന മൂലസ്ഥാനത്ത് നിന്ന് ഇവിടെ ആവാഹിച്ച് കുടിയിരുത്തിയ കുലദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 600-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ദേവസ്ഥാനത്തിന്. ഇവിടെയുള്ള പ്രധാന മൂർത്തികൾ കൊടുങ്ങല്ലൂരമ്മ, ഉണ്ണിവലങ്കാരി, പരദേവത, ശാസ്താവ്, ബ്രഹ്മരക്ഷസ്, കരിങ്കുട്ടി, ഭൈരവൻ, ഗുരുകാരണവന്മാർ, ദേവിയുടെ പന്തീരായിരങ്ങൾ, ഉച്ഛിഷ്ട ഗണപതി എന്നിവരാണ് കുടികൊള്ളുന്നത്. ഇന്നത്തെ ചടങ്ങുകൾ ദിവസവും രാവിലെയും വൈകുന്നേരവും നട തുറന്ന് വിളക്ക് വെക്കാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ പൂജകളും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. മണ്ഡല മാസത്തിൽ 41 ദിവസം പൂജ നടത്തുന്നുണ്ട്. കുംഭത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട
ഉത്സവം നടക്കുന്നത്. അത് നാട്ടുകാരും കുടുംബാംഗങ്ങളും കൂടി ചേർന്ന ഒരു കമ്മിറ്റി വളരെ വിപുലമായ രീതിയിൽ ഭംഗിയായി ഇതുവരെ ഞങ്ങൾ നടത്തി പോരുന്നുണ്ട്. അതുപോലെ ഉണ്ണിയുടെ ഒരു സംശയം ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ തറവാട്ടംഗങ്ങളാണല്ലോ ഇതിന്റെ ഉത്സവാദി കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അതുപോലെ നാട്ടുകാരും ഇതിൽ പങ്കാളികളാവുണ്ടല്ലോ. ഇത് ഭാവിയിൽ ഇത് നിങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടു. നിങ്ങൾ എങ്ങനെയാണ് ആ ശ്രമം നടത്തുന്നുണ്ടോ? അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. കാരണം ഇത് ആളുകളില്ലാതെ നിന്നു പോകേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ പുരോഗതി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ശരി. ചെണ്ടപ്രായ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെ അറിവിന് വേണ്ടി, കാണുന്നവർക്ക് വേണ്ടി പഴയ മാന്ത്രിക ഗ്രന്ഥങ്ങൾ ശ്രീമാൻ സച്ചിദാനന്ദൻ എടുത്ത് എന്നെ കാണിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് അച്ഛന്റെ പൂർവികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇത് എഴുത്താണിയാണ്. ഇതാണ് നമ്മളെ പണ്ട് കാലത്തുള്ള എഴുത്താണി. ഇതുകൊണ്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അച്ഛൻ തകിടുകളൊക്കെ എഴുതിയിട്ടുള്ള ഇതുകൊണ്ടാണ്. ബാക്കിയൊക്കെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ തന്നെ അല്ലേ? ഏതാന്നുള്ള നമുക്ക് അറിയില്ല. ഇനി താളിയോല അല്ലാത്ത വേറെ ഗ്രന്ഥങ്ങള് കുറെ ഉണ്ട്. നോട്ട് ബുക്കുകളിൽ എഴുതിയ നോട്ട് ബുക്കുകളിൽ പേപ്പർ, സാധാ പേപ്പർ. ഇതിപ്പോ താളിയോല എഴുതിയതിൽ ഇത് തന്നെയുള്ളൂ അല്ലേ? ശരി. എത്ര? 800 വർഷത്തോളം. നിങ്ങളാരും പഠിച്ചിട്ടുണ്ട്? ഇല്ല, ഞങ്ങളാരും പഠിച്ചിട്ടില്ല. അച്ഛനറിയാം അല്ലേ? ശരി. ഓക്കെ. ഇത് പുസ്തകങ്ങളിലേക്ക് എഴുതി വെച്ചിരുന്നത് അത് ഫുള്ള് നാശമായി പോയതാണ്. ആണോ? നോട്ട് ബുക്കിൽ എഴുതിച്ചില്ലേ? നോട്ടിക്ക് എഴുതിയില്ല, കുറെ പോയതാണ്. ഒന്ന് വിലയിലായിട്ടുണ്ടായി, എന്താ ചെയ്തറിയില്ല. ഓക്കെ. ഗ്രന്ഥങ്ങൾ വരച്ചതൊക്കെ, വരച്ചത് ചിത്രങ്ങള്. ഓക്കെ. ചെണ്ടപ്രായ ഭഗവതി ക്ഷേത്രത്തിന്റെ ഏറ്റവും വിലമതിച്ച സമ്പത്തുകൾ എന്ന് പറയുന്നത് ഈ ഒരു മാന്ത്രിക ഗ്രന്ഥങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു ഏടാണ് ഇപ്പോൾ ഞാൻ തുറന്നിട്ടുള്ളത്. അവരുടെ മക്കളായിട്ടുള്ള ശ്രീമതി വിജയമ്മ, അതുപോലെ തന്നെ ശ്രീ സച്ചിദാനന്ദൻ എന്ന ഉണ്ണി എന്നിവരൊക്കെ എനിക്കത് എടുത്ത് കാട്ടിത്തരാൻ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്.